ഗ്രിൻഡൽ വാൾഡിന്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ പ്രതികൂലമായ ഒരു കാലാവസ്ഥ. ഇതാണ് ഗ്രിൻഡൽ വാൾഡ് സ്റ്റേഷൻ. പെയ്യുന്ന സമയത്ത് തന്നെ വേണം ചെടി പറിക്കാനായിട്ട്. ചെടിയെല്ലാം വാടിപ്പോയില്ലേ? സ്റ്റേ ചെയ്തോ? അടിപൊളി. വല്ലപ്പള്ളിയിലോട്ടൊക്കെ പോകുന്നതിന് വരും. ഇതൊക്കെ നിനക്ക് പറ്റിയ സ്ഥലങ്ങൾ അല്ലേ? അപ്പോൾ വല്ലാത്തൊരു ദിവസമായി പോയി. നല്ല രീതിയിൽ മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്നു. അതല്ലെങ്കിൽ ഈ ഗ്രിൻഡൽ വാൾഡിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള കെട്ടിടങ്ങളും ഒക്കെ ഒരു പ്രത്യേക രീതിയിലാണ്. എല്ലാം തടി കൊണ്ടും ഒക്കെ ആയിട്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. അതുപോലെ ഈ വില്ലേജിൻ്റെ ഉള്ളിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് പ്രത്യേക തരത്തിലുള്ള ഗ്രാമത്തിലെ വീടുകളും ഒക്കെ കാണാം. കുറച്ച് നാളുകൾ കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ, വിൻ്റർ ഒന്ന് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വീടുകളുടെയൊക്കെ ബാൽക്കണിയിലൊക്കെ നിറയെ പൂക്കളും ചെടികളും ഒക്കെ എപ്പോഴും കാണാവുന്നതാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രദേശമാണ് ഗ്രിൻഡൽ വാൾഡ്. നമ്മൾ യൂങ്ഫ്രോയിലേക്ക് പോകുമ്പോൾ ഗ്രിൻഡൽ വാൾഡ് വഴി ഒരു റൂട്ട് തിരഞ്ഞെടുക്കാം. അതല്ല ലോട്ടർബ്രണ്ണൻ എന്ന് പറയുന്ന ഇതേപോലെയുള്ള ഒരു വില്ലേജ് ഉണ്ട്, അതുവഴി വേണമെങ്കിൽ നമുക്ക് പോകാം. അതല്ല ഗ്രിൻഡൽ വാൾഡ് വഴി വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ നമുക്ക് ലോട്ടർബ്രണ്ണൻ വഴി പോകാം. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് ഗ്രിൻഡൽ വാൾഡ് വഴി യൂങ്ഫ്രോയിലേക്ക് പോവുക, തിരിച്ചു പോകുന്ന സമയത്ത് ലോട്ടർബ്രണ്ണൻ വഴി പോവുക. അപ്പോൾ രണ്ട് കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു പാസ് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ രണ്ട് വഴികളും ഒക്കെ നമുക്ക് പോകാം. ബേസിക്കലി എല്ലാ ട്രെയിനുകളും ഇവിടെ കവേർഡാണ്. അപ്പോൾ മഞ്ഞ് നല്ല രീതിയിൽ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കുടയൊക്കെ എടുത്ത് കുറച്ചൊന്ന് നടന്നു നോക്കാം. അപ്പോൾ ഇതാണ് ഗ്രിൻഡൽ വാൾഡ് വില്ലേജ്. മുമ്പ് പറഞ്ഞ പോലെ സ്പ്രിംഗ് ടൈമൊക്കെ ആകുമ്പോഴേക്കും ഈ ബിൽഡിങ്ങുകളുടെ എല്ലാം ബാൽക്കണിയിലുടനീളം നല്ല പൂച്ചെടികൾ കൊണ്ടൊക്കെ പ്രത്യേകമായി അലങ്കരിച്ചായിരിക്കും ഇരിക്കുക. ഇന്നിപ്പോൾ മഞ്ഞ് പെയ്യുന്നത് കൊണ്ട് അത്രയൊന്നും ആകർഷകമല്ലാത്ത കാഴ്ചകളാണ്. എന്നിരുന്നാൽ തന്നെ നമുക്കൊന്ന് നടന്നു പോയിട്ട് വരാം. ഇവിടെ ആൽപ്സ് പർവ്വതനിരയാണ്, പക്ഷേ അത് മഞ്ഞ് കാരണം ഒട്ടും വ്യക്തമല്ല. ഐസ് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐസ് ഫ്ലേക്സ് ആണ്. ഇവിടെയൊക്കെ വിൻ്റർ സ്പോർട്സിന് വേണ്ടിയ ഉപകരണങ്ങളും മറ്റുമൊക്കെ വിൽക്കുന്ന ഷോപ്പുകളൊക്കെയാണ്, സ്കേറ്റിങ്ങിനായും മറ്റുമായിട്ടൊക്കെ. ഉണ്ടല്ലേ, എന്തൊരു കാഴ്ചയല്ലേ? മഞ്ഞ് പെയ്ത് കിടക്കുകയാണ്. ശരിക്കും ഈ ഭാഗങ്ങളിലേക്കൊക്കെ ടൂറിസ്റ്റുകൾ വരുന്നത് ഈ ഗ്രിൻഡൽ വാൾഡിൻ്റെയും അതേപോലെ തന്നെ ലോട്ടർബ്രണ്ണൻ്റെയും ഒക്കെ മനോഹാരിത കാണാനായിട്ടാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു സമയത്ത് അത്ര വലിയ അട്രാക്റ്റീവ് അല്ല. കാരണം മഞ്ഞ് പെയ്യുന്ന സമയത്ത് കാഴ്ചകൾക്കൊക്കെ ഒരു നരച്ച സ്വഭാവമായിരിക്കുമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഗ്രിൻഡൽ വാൾഡ് വില്ലേജിൻ്റെ കാഴ്ചകൾ. മഞ്ഞ് പെയ്യുന്നതിൻ്റെ കാഴ്ചകളും അതിൻ്റേതായ അർത്ഥത്തിൽ നമ്മൾ ആസ്വദിക്കുക തന്നെ വേണം, അല്ലേ? ഈ മഞ്ഞിലൂടെയുള്ള ഈ നടത്തം തീർച്ചയായും ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ മാത്രം അനുഭവിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിരാശയില്ല. എന്തായാലും ഗ്രിൻഡൽ വാൾഡിൻ്റെ കാഴ്ചകൾ കാണാൻ സാധിച്ചത് തന്നെ വലിയൊരു കാര്യമായിട്ട് കരുതുന്നു. കാറുകളൊക്കെ സ്നോ കൊണ്ട് മൂടിയിരിക്കുകയാണ്. പാർക്കുകളും ഒക്കെ ഈ മഞ്ഞ് പെയ്ത്തിൽ കുളിച്ച് നിൽക്കുകയാണ്. തീർച്ചയായിട്ടും തണുപ്പിനെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ല ബിൽഡിംഗ് മെറ്റീരിയൽ തടി തന്നെയാണ്. അതുകൊണ്ടാണ് ഇവിടെയുള്ള കെട്ടിടങ്ങളൊക്കെ തടി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്.
അനേകം റെസ്റ്റോറൻറ്റുകളുണ്ട്. ഇവിടെയൊക്കെ എപ്പോഴും നല്ല ചൂടുള്ള കോഫിയോ അതുപോലെയുള്ള കാര്യങ്ങളോ ഒക്കെ കുടിക്കാനുണ്ടെങ്കിൽ അത് വലിയൊരു സുഖമാണ്. കാരണം അത്രയ്ക്ക് നല്ല തണുപ്പാണ്, മരം കോച്ചുന്ന തണുപ്പ്. കണ്ടില്ലേ? നമ്മൾ കുറേ നടന്നു. മുമ്പ് പറഞ്ഞതുപോലെ വിൻ്ററിലല്ലായിരുന്നുവെങ്കിൽ ഇതൊക്കെ പ്രത്യേകമായ ഒരു മനോഹാരിത ആയിരിക്കുമായിരുന്നു. ഈ ഭാഗങ്ങളിലൊക്കെ നിറയെ പൂക്കളും ഒക്കെയായി അലങ്കരിച്ച് അങ്ങനെയുള്ള പ്രത്യേകമായ ഒരു രീതിയിലായിരിക്കും ഇവിടെയുള്ള ബിൽഡിങ്ങുകളൊക്കെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത്. പക്ഷേ ഇപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ ഒരു ഗ്രിൻഡൽവാൾഡ് അല്ല നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം അത്ര ശക്തമായ മഞ്ഞ് വീഴ്ച. നമ്മുടെ കുടയുടെ അവസ്ഥയാണ് കണ്ടില്ലേ? മുഴുവൻ സ്നോ ഫ്ലൈക്സ് ആണ്. ഒരു രക്ഷയുമില്ലാത്ത അവസ്ഥയാണ്. ശരീരമാസകലം മഞ്ഞ് പെയ്ത് മഞ്ഞിൽ കവേർഡായിരിക്കുകയാണ്. അങ്ങനെ എൻ്റെ പത്നി ഒരു നല്ല കോഫിയുമായിട്ട് വന്നു. ഈ കോഫി കുടിച്ച് കുറച്ച് എനർജിയൊക്കെ തിരിച്ചെടുത്തതിന് ശേഷം വേണം നമുക്ക് കാഴ്ചകളിലേക്ക് മടങ്ങാൻ. ഈ ഒരു കോഫി കൊണ്ടൊന്നും നമ്മുടെ ഈ തണുപ്പ് ഒന്ന് മാറ്റിയെടുക്കാൻ സാധിക്കില്ല, എന്നാണ് വാസ്തവം. പക്ഷെ എന്നാലും ചെറിയ നിലയിൽ ശരീരത്തിന് ഒരു ഉണർവേകാനായിട്ട് ഇതുപോലെയുള്ള സമയങ്ങളിൽ, ഇത്രയും തണുപ്പുള്ള സമയത്ത് തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കുമെന്നുള്ളത് തീർച്ചയായിട്ടും വാസ്തവം. അപ്പോൾ വീണ്ടും ഗ്രിൻഡൽവാൾഡ് സ്റ്റേഷനിൽ നിന്നും ഗ്രിൻഡൽവാൾഡ് ടെർമിനലിലേക്ക് പോകാനായി ട്രെയിൻ കയറിയിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഗ്രിൻഡൽവാൾഡ് ടെർമിനലിൽ ചെന്നിട്ടാണ് ഐഗർ എക്സ്പ്രസ് എന്ന ഗോണ്ടോള എടുക്കേണ്ടത്. അപ്പോൾ അവിടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ട്രെയിൻ വന്നു, എല്ലാവരും കയറി കഴിഞ്ഞു. അപ്പോൾ സ്റ്റേഷൻ പിന്നിട്ട് ഗ്രിൻഡൽവാൾഡ് ടെർമിനലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വെറും 2 മിനിറ്റ് കൊണ്ട് തന്നെ ടെർമിനലിൽ എത്തിയിരിക്കുകയാണ്. മുകളിലൊക്കെ ആയിട്ട് നമുക്ക് കാണാം ഈ ഗ്രിൻഡൽവാൾഡ് വില്ലേജിൻ്റെ വളരെ മനോഹരമായ വീടുകളും ഒക്കെ. തീർച്ചയായിട്ടും ഇവിടെയൊക്കെ താമസിക്കുന്നവർ പ്രകൃതിയുടെ ഈ ഹാർഷ്നെസ്സിനോടൊക്കെ പടവെട്ടിക്കൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത് എന്നുള്ളത് യാതൊരു സംശയവും. അങ്ങനെ നമ്മൾ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഈ സ്റ്റേഷനിലേക്ക് ഇറങ്ങിപ്പോകും. ഇതാണ് ഗ്രിൻഡൽവാൾഡ് ടെർമിനൽ. ഇവിടെ നിന്നുമാണ് നമുക്ക് ഐഗർ എക്സ്പ്രസ് എടുക്കേണ്ടത്. ഒരു ഗൊണ്ടോളയാണ്. നമ്മൾ വന്നത് ബെർണർ ഓബർലാൻഡ് ബാറ്റ് ഇന്റർലാക്കൻ ഈസ്റ്റിലേക്ക് പോകുന്ന ട്രെയിനാണ് ഇവിടെ വന്ന് ഇറങ്ങിയിരിക്കുന്നത്. ഇതാണ് ഐഗർ എക്സ്പ്രസ് എന്ന് പറയുന്ന ഗോണ്ടോള. നമുക്ക് ദൂരെ കാണാം അല്ലേ? ഇവിടെ ഒരു ചെറിയ ഒരു ഗോണ്ടോള വരുന്നുണ്ട്, ഐഗർ എക്സ്പ്രസ്. ഇവിടുന്ന് ട്രെയിനിൽ നമ്മൾ ഗ്രിൻഡൽവാൾഡ് വരെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഐഗർ എക്സ്പ്രസ് ഈ ഗോണ്ടോള എടുത്ത് വേണം നമുക്ക് ഈ യൂംഫ്രോയുടെ ഒരു മേഖല പിന്നിടാൻ. അപ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ ഏകദേശം പാതി വഴി ഈ ഗോണ്ടോളയിൽ നമുക്ക് പോകാം. വളരെ മനോഹരമായ കാഴ്ചകൾ അതിലേക്ക് നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം വീണ്ടും നമുക്ക് ഒരു ട്രെയിൻ സർവീസാണ് അവിടെ നിന്നുള്ളത്. അത് ഈ മലനിരകൾക്കിടയിൽ കൂടെയൊക്കെയുള്ള ഒരു ട്രെയിനാണ്. വളരെ മനോഹരമായ ഒരു കാഴ്ചയായിരിക്കും. ഈ സ്റ്റേഷനുകളിലെല്ലാം വിശാലമായ സൂപ്പർ മാർക്കറ്റുകളുണ്ട്.
ഇവിടെയൊക്കെ ഭയങ്കരമായ തണുപ്പായതിനാൽ ആൽക്കഹോൾ ഡ്രിങ്ക്സും ഒക്കെ എല്ലായിടത്തും അവൈലബിൾ ആണ്. വൈനുകളായാലും ആൽക്കഹോളിക് ഡ്രിങ്ക്സ്, ബിയർ. ഇവിടെയെല്ലാം കാണുന്നത് കൂപ്പിൻ്റെ സൂപ്പർ മാർക്കറ്റുകളാണ്. ഫുഡ് ഐറ്റംസും എല്ലാം വളരെ ഇക്കണോമിക്കലായി വാങ്ങിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. കേരളക്കൻ ഹോസ്റ്റലിൽ നിന്ന് സാധാരണഗതിയിലുള്ള ട്രെയിനാണ് വരുന്നത്. അപ്പോൾ ആ ട്രെയിന് നമ്മളിവിടെ സാധാരണ പാസ് എടുത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ഇനിയുള്ള ബാക്കിയുള്ള ട്രിപ്പിന് വേണ്ടിയുള്ള ടിക്കറ്റ് ഇവിടെ നിന്ന് എടുക്കാം. മെഷീൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മുടെ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കേറ്റിങ്ങും ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇതാണ് യൂങ്ഫ്രോ യോക്ക് എന്ന് പറയുന്നത്. അതായത് ഇതിൻ്റെ ടോപ്പ് അവിടെ ഒരു ഒബ്സർവേറ്ററിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവിടെ നമുക്ക് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഐഗർ ടെർമിനലിലാണ്. ഇവിടെ നിന്നും ഐഗർ എക്സ്പ്രസ് നേരത്തെ കാണിച്ച ഗൊണ്ടോള എടുത്ത് പോവുകയാണ്. ഇവിടെയൊക്കെ നമുക്ക് ചില കാഴ്ചകളൊക്കെ കാണുന്നുണ്ടല്ലേ. യൂങ്ഫ്രോ, ടോപ്പ് ഓഫ് യൂറോപ്പ്. ഇത് ഗ്രിൻഡൽവാൾഡിനേക്കാളും വലിയൊരു സ്റ്റേഷനാണ്. കാരണം ഇതാണ് ടെർമിനൽ. ഇവിടെ വിശാലമായ ഒരു മാപ്പ് പ്രദർശിപ്പിക്കുന്നുണ്ട്, കണ്ടില്ലേ, ഗ്രിൻഡൽവാൾഡ് ടെർമിനൽ. ഇപ്പോൾ ഇവിടെ നിന്നുള്ള എങ്ങനെയാണ് നമ്മുടെ ഈ പച്ച നിറത്തിലുള്ള ഈ ലൈനാണ് നമ്മൾ അങ്ങ് ടോപ്പിൽ വരെ എത്തുന്നത്. യൂങ്ഫ്രോ യോക്ക്, ടോപ്പ് ഓഫ് യൂറോപ്പ്. 3454 മീറ്ററാണ് ഇതിൻ്റെ എലിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ യൂങ്ഫ്രോ എന്ന് പറയുന്നത് ആക്ച്വലി അതിലും ഉയരം കൂടിയ സ്ഥലമാണ് യൂങ്ഫ്രോ. അവിടെ എഴുതിയത് 4158 മീറ്റർ. നമ്മളിപ്പോൾ പോകുന്നത് പക്ഷേ യൂങ്ഫ്രോ യോക്കിലേക്ക് മാത്രമാണ്. കാരണം മറ്റേത് ഈ യൂങ്ഫ്രോ എന്ന് പറയുന്ന എലിവേഷൻ വളരെ കൂടുതലായതുകൊണ്ട് അത് സാധാരണ ആൾക്കാർക്കൊക്കെ അത്ര ഉയരത്തിൽ പോകാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് മനുഷ്യർക്ക്, സാധാരണ ആൾക്കാർക്കൊക്കെ പോകാൻ പറ്റുന്ന ഒരു ഹൈറ്റിൽ വരെ മാത്രമേ നമ്മൾ പോവുള്ളൂ, വിച്ച് ഈസ് യൂങ്ഫ്രോ യോക്ക്, ടോപ്പ് ഓഫ് യൂറോപ്പ്. അപ്പോൾ ഈ ഐഗർ എക്സ്പ്രസ് മുമ്പേ കണ്ടതാണ്. ആ ഗോണ്ടോള ഇത്രയും ഉയരത്തിലേക്ക് പോകുന്നു. ഉയരത്തിൽ പോകുമ്പോൾ ഒരു ചോദ്യമുണ്ട്, ഗോണ്ടോളയൊക്കെ അത്ര സേഫ് ആണോ എന്നുള്ളൊരു ചോദ്യം ന്യായമായിട്ടും ഉണ്ടായിരിക്കാം. അപ്പോൾ ഇവിടെ പൊതുജനങ്ങളുടെ അവയർനെസ്സിന് വേണ്ടി അവർ ഈ ഐഗർ എക്സ്പ്രസ്, അതായത് ഈ ഗോണ്ടോള ഏത് തരം കേബിളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചിട്ടുണ്ട് ഒരു ഡിസ്പ്ലേ. ഇവിടെ കണ്ടു കഴിഞ്ഞാൽ അറിയാം എത്ര ബലവത്തായ കേബിളുകളാണ് ഇതിന് ഉപയോഗിക്കുന്നത്. നമ്മൾ പലയിടത്തും ചില അപകടങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പാകിസ്ഥാനിലും അതുപോലെയുള്ള പല സ്ഥലങ്ങളിലുമൊക്കെ നമ്മൾ ഈ കേബിൾ കാറുകൾക്ക് ഉണ്ടാകുന്ന അപകടങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഭയാശങ്കകളില്ലാതെ നമുക്ക് പോകാവുന്നതാണ്. അതുകൊണ്ടാണ് ഇത് പബ്ലിക്കിൻ്റെ അവയർനെസ്സിന് വേണ്ടിയാണ് കാണിച്ചിരിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെയും കണ്ടില്ലേ ഈ കേബിളുകളൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത്. അതൊക്കെ വളരെ വലിയ ടെക്നോളജി, ജർമ്മൻ ടെക്നോളജി ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊന്നും നമുക്ക് പേടിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല. ഗോണ്ടോളയിലേക്ക് കയറാനുള്ള കൗണ്ടറുണ്ട്. ഇവിടെ ടിക്കറ്റ് നമ്മൾ സ്കാൻ ചെയ്ത് വേണം അകത്തേക്ക് കയറാൻ. അപ്പോൾ ഒരു ഗോണ്ടോള ഇവിടെ വന്ന് ഓൾറെഡി കിടപ്പുണ്ട്. നമുക്കിതിലേക്ക് ഓടിക്കയറണം. ശരിക്കും വലിയൊരു ഗോണ്ടോളയാണ്. 28ഓളം സീറ്റുകളാണ് ഇത്തരത്തിൽ ഈ ഗോണ്ടോളയിലുള്ളത്. അപ്പോൾ ഇതിലൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെയുള്ള ഈ കാഴ്ചകളൊക്കെ, ഈ മൗണ്ടൻ്റെ കാഴ്ചകളൊക്കെ നല്ല വിശദമായിട്ട് ഈ ഗ്ലാസ് ചേമ്പറിൽ കൂടെ കാണാം. ഇപ്പോൾ ക്ലൈമറ്റ് അത്രയൊന്നും ഫേവറബിൾ അല്ലാത്തത് കൊണ്ട് യാത്രക്കാരൊക്കെ തിരക്കൊക്കെ കുറവാണ്. പക്ഷെ അത് നമുക്ക് അനുഗ്രഹമായി. കാരണം ഈ സ്വിസ് ആൽപ്സിൻ്റെ യാഥാർത്ഥ്യത്തിലുള്ള ഭംഗി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നു. ഇത്രയും തണുപ്പ് നിറഞ്ഞ സ്ഥലങ്ങളിൽ പോലും മനുഷ്യൻ വാസയോഗ്യമാക്കി തീർത്തിരിക്കുന്നു, അല്ലെ താമസിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതാണ് മനുഷ്യൻ്റെ ഒരു സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഏത് തരത്തിലുള്ള കാലാവസ്ഥയായിക്കോട്ടെ, ഏത് തരത്തിലുള്ള പ്രതിബന്ധങ്ങളായിക്കോട്ടെ, അതിനോടൊക്കെ പടവെട്ടിയാണ് മനുഷ്യൻ ഇത്തരത്തിലേക്ക് വളർന്നത്. അവൻ്റെ സംസ്കാരമായാലും അവൻ്റെ സാമൂഹിക ജീവിതമായാലും എല്ലാ കാര്യങ്ങളും. അപ്പം നമ്മളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ജീവിക്കുന്ന സമയത്ത് ചൂടാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറയും. ശരിയാണ്. പക്ഷേ അപ്പോൾ ഇവിടെയും ഒരു എക്സ്ട്രീം ക്ലൈമറ്റാണ്. പക്ഷെ ഇവരൊന്നും പറയാറില്ല ഇവിടെ പ്രശ്നമാണ്. നമുക്കിത് കാണുമ്പോൾ ഇതൊക്കെ വലിയ പ്രയാസകരമായിട്ട് തോന്നും എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇവിടെയൊക്കെ മനുഷ്യർ സന്തോഷമായി ജീവിക്കുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ജീവിക്കുമ്പോൾ പോലും ഇവരൊക്കെ സുഖവും സന്തോഷവും കണ്ടെത്തുന്നു ജീവിതത്തിൽ എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഗോണ്ടോള പലതും തിരിച്ചു പോകുന്നു. നമുക്കിനി മുന്നോട്ട് യൂങ്ഫ്രോയുടെ ഒരു പരിധി വരെയുള്ള ഒരു ലെവൽ വരെ നമ്മൾ ഇതേ കാഴ്ചകളിൽ കൂടിയായിരിക്കും കടന്നു പോകുന്നത്. ഇപ്പം എന്താണല്ലേ,
ശരിക്കും വളരെയധികം വൈരുദ്ധ്യാത്മകമായ കാഴ്ചകളാണ്. നമ്മളൊക്കെ നാട്ടിലൊക്കെ ഈ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ ജീവിക്കുമ്പോൾ ചൂട് കൊണ്ടൊക്കെ ഉരുകുകയാണ്. ഇവിടെ മനുഷ്യൻ ശരിക്കും തണുപ്പ് കൊണ്ട് മരവിച്ച് പോവുകയാണ്. മാർച്ചിലൊക്കെ വരുമ്പോഴാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. കാരണം നമുക്ക് ഈ യൂങ്ഫ്രോയുടെ യഥാർത്ഥത്തിലുള്ള ഒരു രൂപം കാണാൻ സാധിക്കും. സമ്മറിലൊക്കെ ആകുമ്പോൾ ഇത്രയധികം സ്നോ വീഴുന്നുണ്ടാവുകയില്ല. ഇത്രയധികം ഈ മരങ്ങളൊക്കെ ഇങ്ങനെ മഞ്ഞിൽ പുതച്ച് നിൽക്കുന്ന കാഴ്ചകൾ കാണണമെങ്കിൽ ഒരു മാർച്ചിനുള്ളിലെങ്കിലും വരുന്നതായിരിക്കും തീർച്ചയായിട്ടും നല്ലത്. ഇത് ആൽപ്സ് പർവ്വതത്തിൻ്റെ മുകളിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. ആൽപ്സ് പർവ്വത നിരകളാണ് നമ്മൾ കാണുന്നത്. ഇവിടുത്തെ വെജിറ്റേഷൻ എന്നൊക്കെ പറയുന്നത് ഇതുപോലെയുള്ള മരങ്ങളാണ്. ആഹാ, എത്ര മനോഹരമാണല്ലേ. ഇവിടെയൊക്കെ നമുക്ക് സ്കേറ്റിങ്ങിന് വേണ്ടി പറ്റുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെ മുകളിൽ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടില്ലേ, സ്കേറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കാനായിട്ട് അവിടെ കെട്ടിത്തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പക്ഷേ അത്ര സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ളവർക്ക് മാത്രമേ ഇതുവഴിയൊക്കെ സ്കേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം അത്ര ഹാർഷായിട്ടുള്ള, പ്രത്യേകിച്ച് ഈ വെതറിൽ വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമായിരിക്കും. ഇപ്പോൾ ഇവിടെ താഴേക്ക് നോക്കുമ്പോൾ ഒരുപാട് സ്കേറ്റേഴ്സൊക്കെ പോയതിൻ്റെ പാടുകളൊക്കെ നമുക്കവിടെ കാണാം. നോക്കിയിരുന്നാൽ ഇനി നമുക്ക് പലരും സ്കേറ്റ് ചെയ്ത് പോകുന്നത് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ ഐഗർ എക്സ്പ്രസിൻ്റെ ടെർമിനസിലേക്ക് അടുക്കുകയാണ്. അപ്പോൾ ഇവിടെ വരെയാണ് ഈ ഐഗർ എക്സ്പ്രസ് ഓപ്പറേറ്റ് ചെയ്യുക. ഇവിടെ നിന്നും നമുക്ക് ആ ഒരു ട്രെയിനിലാണ് ബാക്കി ഭാഗം കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇവിടെ ഐഗർ എക്സ്പ്രസിൻ്റെ ടെർമിനസിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് പെട്ടെന്ന് പുറത്തേക്ക് കിട്ടും. അപ്പോൾ ഈ ഐഗർ എക്സ്പ്രസ് ഈ ഗോണ്ടോളകൾ ഒരിക്കലും നിൽക്കാറില്ല. അതിങ്ങനെ സർവീസ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ വന്ന് നിൽക്കുന്ന സമയത്ത് തന്നെ ഒന്ന് ചാടിയാണ്. ഇതിൻ്റെ മെഷീനറിയൊക്കെ നമുക്കിവിടെ കാണാം. ഇതിലാണ് ഇതിൻ്റെ സർവമാന ഇതൊക്കെ. ഇതിന് എന്തെങ്കിലും പാകപ്പിഴകളൊക്കെ വന്നു കഴിഞ്ഞാൽ സ്റ്റക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഗോണ്ടോള മരിച്ചു പോയി എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഗോണ്ടോള വന്ന് അതിൽ നിന്ന് ഒരു മനുഷ്യൻ ഇറങ്ങി. നമുക്ക് ഇവിടെ നിന്നുള്ള ട്രെയിൻ സർവീസ് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ യൂങ്ഫ്രോ യോക്കിലേക്കാണ് പോകുന്നത്. കണ്ടില്ലേ, ഈ ട്രെയിനിലാണ് നമുക്ക് പോകേണ്ടത്. യൂങ്ഫ്രോ ബാൻ എന്നാണ് ഇതിൻ്റെ പേര്. ബാൻ എന്ന് പറഞ്ഞ ട്രെയിനാണ് ജർമ്മൻ ലാംഗ്വേജിൽ യൂങ്ഫ്രോ ട്രെയിൻ. അപ്പോൾ ഇവിടെ യൂങ്ഫ്രോ ബാൻ കിടപ്പുണ്ട്. യൂങ്ഫ്രോ യോക്ക്, യെസ്.